ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം. റിയ planted a seed in her garden. After a few days, she noticed a small plant growing. What does the plant need to grow well? ഒരു പ്ലാന്റിന് വളരാൻ എന്തൊക്കെ വേണം? ലൈറ്റ്, വാട്ടർ, എയർ. ലൈറ്റ്, വാട്ടർ, സ്റ്റോൺസ്. എയർ, വാട്ടർ, പ്ലാസ്റ്റിക്. ലൈറ്റ്, സാൻഡ്, സ്റ്റോൺസ്. ഏതാ കറക്റ്റ്? യെസ്, ഓപ്ഷൻ നമ്പർ എ, ലൈറ്റ്, വാട്ടർ, എയർ ആണ് റൈറ്റ് ആൻസർ. Next question. Ravi is brushing his teeth. He keeps a tap running while brushing. What should he do to save water? നമ്മൾ പല്ലേക്കുമ്പം പൈപ്പ് ഇങ്ങനെ വെറുതെ തുറന്നിടാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ലെറ്റ് ദ വാട്ടർ റൺ വൈൽ ബ്രഷിംഗ്, വെള്ളം അങ്ങനെ പൊയ്ക്കോട്ടെ. ടേൺ ഓഫ് ദ ടാപ്പ് വൈൽ ബ്രഷിംഗ്, പൈപ്പ് പൂട്ടുക. യൂസ് മോർ വാട്ടർ ടു റിൻസ് ഹിസ് മൗത്ത്, നല്ലോണം വെള്ളം ഉപയോഗിച്ച് വായി കഴുകുക. യൂസ് എ ബക്കറ്റ് ടു ബ്രഷ് ഹിസ് ടീത്ത്, ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ബ്രഷ് ചെയ്യുക. ഏതാ കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ നമ്പർ ബി, ടേൺ ഓഫ് ദ ടാപ്പ് വൈൽ ബ്രഷിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടീനാസ് ഫാമിലി ഓൾവേസ് ക്യാരീസ് എ ക്ലോത്ത് ബാഗ് വെൻ ദേ ഗോ ഷോപ്പിംഗ്. വൈ ഈസ് ഇറ്റ് ബെറ്റർ ടു യൂസ് ക്ലോത്ത് ബാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് ബാഗ്സ്? എന്തിനാണ് നമ്മൾ ക്ലോത്ത് ബാഗ്സ് യൂസ് ചെയ്യുന്നത്? ക്ലോത്ത് ബാഗ്സ് ആർ ഹെവിയർ, അത് കനം കൂടിയതുകൊണ്ട്. ക്ലോത്ത് ബാഗ്സ് ആർ നോട്ട് കളർഫുൾ, അത് കളർഫുൾ അല്ലാത്തതുകൊണ്ട്. ക്ലോത്ത് ബാഗ്സ് ക്യാൻ ബി റീയൂസ്ഡ് മെനി ടൈംസ്, അത് ഒരുപാട് തവണ ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട്. ക്ലോത്ത് ബാഗ്സ് ആർ മോർ എക്സ്പെൻസീവ്, അതിന് നല്ല വില കൂടിയതുകൊണ്ട്. ഏതാ റൈറ്റ് ആൻസർ? യെസ്, ക്ലോത്ത് ബാഗ്സ് ക്യാൻ ബി റീയൂസ്ഡ് മെനി ടൈംസ്, കുറേ പ്രാവശ്യം നമുക്കത് ഉപയോഗിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമിത് സീസ് ഡാർക്ക് ക്ലൗഡ്സ് ഇൻ ദ സ്കൈ. വാട്ട് മൈറ്റ് ഹാപ്പൻ നെക്സ്റ്റ്? നമ്മുടെ സ്കൈയിൽ ഡാർക്ക് ക്ലൗഡ്സ് വന്നാൽ എന്താ സംഭവിക്കുക? ദ സൺ വിൽ ഷൈൻ ബ്രൈറ്റ്ലി ആണോ? നോ, ഇറ്റ് വിൽ സ്റ്റാർട്ട് റെയിനിങ്, അല്ലേ? ഇറ്റ് വിൽ സ്റ്റാർട്ട് റെയിനിങ്. വിൻഡ് വരുമ്പോഴോ അതൊന്നുമല്ല. ഡാർക്ക് ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ കാർമേഘങ്ങളാണ്. അപ്പോഴെന്താ ഉണ്ടാവുക? മഴയുണ്ടാവും. നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻസ് ഹെൽപ്സ് കീപ് ദ എൻവയോൺമെൻറ്റ് ക്ലീൻ? നമ്മുടെ എൻവയോൺമെൻറ്റ് ക്ലീൻ ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ത്രോയിങ് ഗാർബേജ് ഓൺ ദ റോഡിന്മേക്ക് വേസ്റ്റ് എറിയുക. പ്ലാന്റിങ് ട്രീസ്, മരങ്ങൾ നട്ടു വളർത്തുക. ബേണിങ് ഡ്രൈ ലീവ്സ്, ഇലകളൊക്കെ കത്തിക്കുക. യൂസിങ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ ഉപയോഗിക്കുക. ഇതാ റൈറ്റ് ആൻസർ? യെസ്, പ്ലാന്റിങ് ട്രീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്നേഹ നോട്ടീസസ് ദാറ്റ് ഹെർ പ്ലാന്റ് ഈസ് വിൽറ്റിംഗ്. വാട്ട് ഷുഡ് ഷീ ഡു ടു ഹെൽപ്പ് ദ പ്ലാന്റ്? ചെടി ഇങ്ങനെ ഉണങ്ങി പോകുന്നത് പോലെ വാടുന്നതായിട്ട് കണ്ടു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മൂവ് ദ പ്ലാന്റ് ഇൻ ടു ഡാർക്ക് റൂം, അതൊരു ഇരുട്ട് റൂമിൽ കൊണ്ടുവെക്കുക. ഗിവ് ദ പ്ലാന്റ് മോർ വാട്ടർ, ചെടിക്ക് നല്ലോണം വെള്ളം കൊടുക്കുക. സ്റ്റോപ്പ് വാട്ടറിങ് ദ പ്ലാന്റ്, അതിന് വെള്ളം കൊടുക്കരുത്. കവർ ദ പ്ലാന്റ് വിത്ത് എ ക്ലോത്ത്, ഒരു തുണി കൊണ്ട് കവർ ചെയ്യുക. ഇതാ റൈറ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ നമ്പർ ബി, ഗിവ് ദ പ്ലാന്റ് മോർ വാട്ടർ, നല്ലോണം വെള്ളം ചെടിക്ക് കൊടുക്കുക, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് റെഡ്യൂസ് എയർ പൊല്യൂഷൻ? എയർ പൊല്യൂഷൻ കുറക്കാൻ എന്ത് ചെയ്യണം? യൂസിങ് കാർസ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ്, ചെറിയ ദൂരത്ത് പോകാൻ കാറ് ഉപയോഗിച്ചിട്ട് പോവുക. ബേണിംഗ് ട്രാഷ് ഇൻ ഓപ്പൺ സ്പേസസ്, വേസ്റ്റൊക്കെ പൊതുസ്ഥലത്തിട്ട് കത്തിക്കുക. പ്ലാന്റിങ് മോർ ട്രീസ്, നല്ലോണം മരങ്ങൾ നടുക. യൂസിങ് മോർ പ്ലാസ്റ്റിക്, നല്ലോണം പ്ലാസ്റ്റിക് യൂസ് ചെയ്യുക. കറക്റ്റ്? യെസ്, പ്ലാന്റിങ് മോർ ട്രീസ്, നല്ലോണം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദീസ് സിറ്റുവേഷൻസ് ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു വാഷ് യുവർ ഹാൻഡ്സ്? എപ്പോഴാണ് നമ്മൾ കൈ കഴുകേണ്ടത്? ബിഫോർ പ്ലേയിങ് വിത്ത് ടോയ്സ്, ആഫ്റ്റർ ടച്ചിങ് ക്ലീൻ ഡിഷസ്, ബിഫോർ ഈറ്റിംഗ് ഫുഡ്, ആഫ്റ്റർ റീഡിംഗ് ബുക്ക്. ഏതാ റൈറ്റ് ആൻസർ? യെസ്, ബിഫോർ ഈറ്റിംഗ് ഫുഡ്, നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ കൈ കഴുകണം. നെക്സ്റ്റ്. റോഹൻ സീസ് എ ബേർഡ്സ് നെസ്റ്റ് ഇൻ എ ട്രീ നിയർ ഹിസ് ഹൗസ്. വാട്ട് ഷുഡ് ഹി ഡു? ഒരു പക്ഷിക്കൂട് കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? ടേക്ക് ദ എഗ്സ് ഔട്ട് ഓഫ് ദ നെസ്റ്റ്, കൂട്ടിൽ നിന്ന് മുട്ട എടുത്തുകൊണ്ട് പോവുക. ലീവ് ദ നെസ്റ്റ് അലോൺ, കൂട് അങ്ങനെ തന്നെ വിട്ടിട്ട് നമ്മൾ നമ്മുടെ പാട്ടിന് പോവുക. ത്രോ സ്റ്റോൺസ് അറ്റ് നെസ്റ്റ്, അതിനെ കല്ലെറിയുക. കവർ ദ നെസ്റ്റ് വിത്ത് ലീവ്സ്, കൂട് പോയിട്ട് ഇലനെ കൊണ്ട് മൂടുക. ഇതാ ചെയ്യേണ്ടത്? നെസ്റ്റ് അങ്ങനെ തന്നെ വിട്ടിട്ട് നമ്മൾ നമ്മുടെ പാട്ടിന് പോവുക, പക്ഷി കൂട് നോക്കിക്കോളും. നെക്സ്റ്റ്. മീര ഈസ് വാക്കിംഗ് ഇൻ ദ പാർക്ക്. മീര പാർക്കിൽ നടക്കുകയാണ്. ആൻഡ് സീസ് എ പീസ് ഓഫ് ബ്രോക്കൺ ഗ്ലാസ് ഓൺ ദ ഗ്രൗണ്ട്. ഒരു ചില്ല് കഷ്ണം കണ്ടു. വാട്ട് ഷുഡ് ഷീ ഡു? എന്താ അവൾ ചെയ്യേണ്ടത്? കിക്ക് ഇറ്റ് അവേ, തട്ടിത്തെറിപ്പിക്കുക. ലീവ് ഇറ്റ് ദർ, അത് അവിടെ വിട്ടിട്ട് പോവുക. ടെൽ ആൻ അഡൾട്ട് ടു റിമൂവ് ഇറ്റ്, ഒരു വലിയ ആളോട് പോയിട്ട് പറയുക അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടെന്ന്. പിക്ക് ഇറ്റ് അപ്പ് വിത്ത് ഹെർ ഹാൻഡ്സ്, അവളുടെ കൈ കൊണ്ട് തന്നെ അത് എടുക്കുക. എന്താ ചെയ്യേണ്ടത്? വലിയ ആൾക്കാരോട് പോയി പറയണം അത് അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലേ? ടെൽ ആൻ അഡൾട്ട് ടു റിമൂവ് ഇറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.